വാർത്തയിലേക്ക്. തൃശൂർ മരത്താക്കരയിൽ വൻ തീപിടുത്തം. ഫർണിച്ചർ കട കത്തി നശിച്ചു. തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകളെത്തിയാണ് തീയണയ്ക്കാൻ ശ്രമം തുടരുന്നത്. കെ അഖിൽ കൂടുതൽ വിവരങ്ങൾ നൽകും. അഖിൽ, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആനിഷ, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 2:30 തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു. ഈ ശക്തമായ മഴയും ഈ സമയത്ത് ലഭിച്ചത് അനുകൂലമായി എന്നാണ് കരുതുന്നത്. എന്തായാലും സ്ഥാപനം ഇപ്പോൾ പിടിച്ച തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 5 യൂണിറ്റ് ഫയർഫോഴ്സുകളുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമമാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. മറ്റ് പ്രശ്നങ്ങൾ, അതായത് ആളപായമോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. കട അടഞ്ഞു കിടക്കുന്ന സമയത്തായിരുന്നു ഇത്. ഫർണിച്ചർ സ്ഥാപനം, അതായത് വിൽപ്പനശാലയ്ക്കൊപ്പം തന്നെ ആ ശാലയോട് ചേർന്ന് തന്നെ ഈ വർക്ക്ഷോപ്പ് കൂടിയുണ്ട്. നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥാപനം രണ്ടും പാടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ്, ഈ തൃശ്ശൂർ മരത്താക്കരയിലെ കെട്ടിടത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് നിലവിൽ വ്യക്തമായിട്ടില്ല. പക്ഷേ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. പക്ഷേ ഈ മഴ കൂടി അനുകൂല സാഹചര്യമായി ഇന്ന് വരുന്നതിനും കാരണം ഫർണിച്ചർ കടയാണ്. സ്വാഭാവികമായും ഈ തീപിടുത്തം വലിയ രീതിയിലേക്ക് മരങ്ങളാണ് തീ പടരാനുള്ള, തീക്ക് പിടിച്ച് നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ അത് വലിയൊരു തീപിടുത്തം മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരാനൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് സമയോചിത ഇടപെടൽ തീപിടുത്തം മറ്റു സ്ഥലങ്ങളിലേക്കോ പടർന്നിട്ടില്ല. മറ്റ് അപകടങ്ങളോ അല്ലെങ്കിൽ ആളപായമോ ഒന്നും തന്നെ റിപ്പോർട്ടും ചെയ്തിട്ടില്ല. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഉണ്ടായത്. എന്താണ് കാരണമെന്ന് നിലവിൽ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് ഉള്ളത്. അനീഷ. ശരി, കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്.